സ്മാർട്ട് ടോക്ക് വിത്ത് നിഷ. തൃശ്ശൂർ പൂരം ഓരോ കേരളീയൻ്റെയും വികാരമാണ്. എനിക്കും അതെ. കാരണം തൃശ്ശൂരിൽ ജനിച്ചു വളർന്നുകൊണ്ട് കുറച്ച് കൂടുതലുണ്ടോ എന്ന് പോലും സംശയിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞാനടക്കം പറഞ്ഞിട്ടുണ്ട്, എന്തായാലും തൃശ്ശൂർ പൂരത്തിൻ്റെ അത്രയൊന്നും വരില്ലല്ലോ എന്ന് ചോദിച്ച് കയ്യടിയും വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ സെൻറ്റൻസൊക്കെ ഞാൻ ഉപയോഗിക്കുമ്പോൾ, ഇപ്പോൾ ഒന്ന് ആലോചിക്കുമ്പോൾ, ഇന്നത്തെ ഈ അപകടത്തിന് ശേഷം ആലോചിക്കുമ്പോൾ, എൻ്റെ ആ വാചകത്തിലും ഒരു മത്സര ബുദ്ധി ഇല്ലേ എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഉണ്ടല്ലോ. ഇന്നിപ്പോൾ നോക്കി നോക്കൂ, ഈ ദുരന്തം, ആഘോഷത്തിന് വേണ്ടി നമ്മൾ കൊടുത്ത വില, ഒരുപാട് പേരുടെ ജീവൻ, 10-13 കുടുംബങ്ങൾ ഇന്ന് സത്യത്തിൽ അനാഥമായിരിക്കുന്നു. ഇനിയും 10-40 പേര് പരിക്കുകളോടെ ആശുപത്രിയിൽ. ചെറിയ പരിക്കുകളായിരിക്കില്ല വെടിക്കെട്ട് അപകടത്തിൽ നടക്കുന്ന സമയത്ത്. അതുകൊണ്ട് നമുക്കൊരു രാത്രി നേരം ഒന്ന് ആകാശത്തേക്ക് നോക്കി, അല്ലെങ്കിൽ ഒന്ന് ചിരിക്കാൻ വേണ്ടിയോ, ഹായ് എന്ന് പറഞ്ഞൊന്ന് ചിരിക്കാൻ വേണ്ടിയോ, ചെവികൾക്കൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു ഇത് കിട്ടാൻ, എന്താ പറയുക, ഒരു ഉത്സാഹം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കാണിക്കുന്ന ഒരു ഇൻട്രസ്റ്റ്, അത് എവിടെയാണ് പോയി നിൽക്കുന്നത്? ഓരോ പൂരവും മറ്റേ പൂരത്തിനേക്കാൾ, കഴിഞ്ഞ വർഷത്തെ പൂരത്തിനേക്കാൾ ഗംഭീരമാകണം എന്നൊരു മത്സരം ഒരു ഭാഗത്ത്. ഒരു ജില്ലയിലെ പൂരം മറ്റ് ജില്ലയിലെ പൂരത്തിനേക്കാൾ കമ്പാരിസൺ, അവിടെയും താരതമ്യം, തമ്മിൽ കമ്പയർ ചെയ്യുന്നു. വടക്കുമുറി തെക്കുമുറി, ഇവർ തമ്മിൽ എന്ത് നടക്കുന്നു? മത്സരം നടക്കുന്നു. ആരാണ് കൂടുതൽ ആഘോഷങ്ങളിലേക്ക് ധൂർത്തും ചെയ്യുന്നത്? അതിനൊരു മത്സരം വേറെ. ഇതെല്ലാം എത്തിച്ചേരുന്നത്, അമിതമായിട്ടുള്ള ഈ ആഘോഷങ്ങൾ എത്തിപ്പെടുന്നത് ദുരന്തത്തിലേക്കാണ്. 2016 നമ്മൾ ഇതുപോലെ ഒരു വെടിക്കെട്ട് അപകടം കണ്ടു. പൂറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം. 110 പേർക്കാണ് അന്ന് ജീവൻ പൊലിഞ്ഞത്. അന്ന് നമ്മളൊന്ന് ചിന്തിച്ചതാണ് മിതത്വം എല്ലാ ആഘോഷങ്ങളിലും, പൂരങ്ങളിൽ മാത്രമല്ല, ഈ പറയുന്ന പള്ളികളിലെ നേർച്ചകളിലും പെരുന്നാളുകളിലേക്കും എല്ലാത്തിലേക്കും വെടിക്കെട്ട് എന്ന് പറയുന്ന ഈ ഒരു ആഘോഷം ഭയങ്കരമായി കൂടിയിരിക്കും. ഒരുപാട് പണമാണ് ഇതിലേക്ക് ചെലവഴിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്കെല്ലാവർക്കും അറിയാമായിരുന്നു, കേരളത്തിൽ ഭയങ്കര ചൂടാണ്. 35 ഡിഗ്രി മുതൽ 40 ഡിഗ്രി സെൽഷ്യസ് ചൂട്. ആ ചൂടത്താണ് ഇരുന്നുകൊണ്ടാണ് ഇവർ ഈ വെടിക്കെട്ടിൻ്റെ പണികൾ നടത്തുന്നത്, ഇതിൻ്റെ കമ്പക്കെട്ടിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. എവിടുന്നോ വന്ന്, ഇന്ന് അതിലത്തെ ഒരു വ്യക്തി പറഞ്ഞു, തിരി ഉണ്ടാക്കുന്ന സമയത്ത് എവിടുന്നോ വന്നൊരു ഫ്ലാഷ് ലൈറ്റ്, അത് സൂര്യൻ്റെ ആയിരിക്കാം, ദൈവം നമുക്ക് തന്ന ഒരു മുന്നറിയിപ്പായിരിക്കാം, നിർത്തൂ. ഇത് മൊത്തം നിർത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, കാരണം ആഘോഷങ്ങളൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇതിൻ്റെ പേരിൽ, ആഘോഷം എന്ന പേരിൽ നമ്മൾ നടത്തുന്ന ഈ അമിതമായ ധൂർത്ത്, ഇതിന് നമ്മൾ ഒരു മറുവശം കാണേണ്ടത് തന്നെയാണ്. ഇനി പൂരപ്പറമ്പിൽ നമ്മൾ ചെയ്യുന്ന വേറൊരു ക്രൂരതയുണ്ട്. ആനയോട് ചെയ്യുന്നൊരു ക്രൂരത. ഏറ്റവും കൂടുതൽ ചൂട് ഉള്ള ഒരു കറുപ്പ് ആയിട്ടുള്ളൊരു മൃഗം, ഒരു ഭീമാകാരനായിട്ടുള്ളൊരു മൃഗം, അതിൻ്റെ ആ ഉഷ്ണം എങ്ങനെയാണ് ആ പൂരപ്പറമ്പിൽ അത് നമുക്ക് വേണ്ടിയിട്ട് വളരെയധികം സൗമ്യതയോട് കൂടിയിട്ട് മണിക്കൂറുകൾ ചെണ്ടമേളത്തിൻ്റെയും വാദ്യത്തിൻ്റെയും ശബ്ദത്തിൻ്റെയും ഇടയിൽ നിന്നുകൊണ്ട് ഭംഗിയായി അണിഞ്ഞൊരുങ്ങി മണിക്കൂറുകൾ നിൽക്കുമ്പോൾ നമ്മൾ ഒരു ഭാഗത്തിരുന്ന് സന്തോഷിക്കുന്നു, കണ്ണുകുളിക്ക് നമ്മൾ ആഘോഷിക്കുന്നു. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നില്ല ആ ആന അനുഭവിക്കുന്ന വേദന, അതിൻ്റെ കണ്ണിൽ കൂടെ വരുന്ന കണ്ണുനീർ നമ്മൾ കാണുന്നുണ്ടെങ്കിലും കാണാത്ത പോലെ നടിക്കാൻ. ഗവൺമെൻറ്റൊക്കെ പറയുന്നുണ്ട്, ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, പന്തലിട്ട് കൊടുക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് വെള്ളം അടിച്ചു കൊടുക്കുന്നു. നമ്മൾ വെള്ളം കുടിക്കാറുണ്ട് അല്ലേ? നമ്മുടെ ദാഹം നമുക്ക് എന്നിട്ടും ചൂട് മാറാറുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഇനിയെങ്കിലും ഓരോ ദുരന്തങ്ങളും നമ്മൾക്ക് എന്താവണം? പാഠങ്ങളാവുക തന്നെയാണ് വേണ്ടത്. നമ്മൾ ചിന്തിക്കണം, ഇതൊരു അധികം
അപകടങ്ങളൊന്നുമില്ലാതെ കുറച്ചും കൂടിയും റിസ്ക് കുറഞ്ഞ രീതിയിലേക്ക് ഈ ആഘോഷങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് മാറ്റിക്കൊണ്ടുവരണം. സംശയമൊന്നുമില്ല, ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനൊരു വഴി ഉണ്ടായിരിക്കും. നമ്മൾക്ക് സന്തോഷവും തരുന്നു, അത് ആഘോഷമായി മാറുന്നു, നമ്മളുടെ കൾച്ചറിലൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവുന്നില്ല, ആചാരങ്ങളൊക്കെ അതേപടി തന്നെ നടക്കുന്നു. പക്ഷേ അതൊരു ദുരന്തത്തിലേക്കല്ല, ദുരന്തം ഒഴിവാക്കി അത് രണ്ടു കൂട്ടർക്കും അതിന് വേണ്ടി ഏർപ്പാടുകൾ ചെയ്യുന്ന ആരുടെയും ജീവൻ പോവാത്ത രീതിയിലേക്ക് നമുക്കത് ആഘോഷമായി മാറ്റണം. ഈ വരുന്ന തൃശ്ശൂർ പൂരം ആഘോഷിക്കുന്ന ഓരോരുത്തരുടെയും ഉള്ളിലും, തൃശ്ശൂർക്കാരുടെ ഉള്ളിലും കേരളത്തിലെ എല്ലാവരുടെയും ഉള്ളിലും ഒരു വലിയ ഖനം നിറഞ്ഞിരിക്കും. എങ്ങനെയൊക്കെ ചിന്തിക്കാൻ ആഘോഷിക്കാൻ അവൻ തീരുമാനിച്ചാലും അവനത് ഒരുപാട് മനസ്സ് വിട്ട് ആഘോഷിക്കാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണ്? ഈ മത്സര ബുദ്ധി തന്നെയാണ്. മിതത്വമില്ലായ്മ, എല്ലാത്തിലും വാശി, എല്ലാത്തിലും കൂടുതലും അമിതമായിട്ടും പൈസ ചെലവഴിച്ചിട്ടും ഒക്കെ ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്നാൽ ഞാൻ പ്രത്യേകിച്ച് പറയാം, ഒന്നും വേണ്ട എന്നല്ല, പിന്നിലേക്കല്ല നമ്മൾ പോണ്ടത്. ഒരുപാട് ഒരു മിതത്വത്തിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാ ആഘോഷങ്ങളും ചെയ്യാൻ സാധിക്കും. എല്ലാവർക്കും സന്തോഷവും ഉണ്ടാവും. ഇപ്പം തന്നെ നോക്കി നോക്കൂ, ഫയർഫോഴ്സിന് അവിടെ എത്താൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലത്തല്ല നടക്കുന്നത്. സോ നമ്മളൊന്ന് മനസ്സ് വെച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഒന്ന് എവിടെയോ ഞാൻ ഒരു റൈറ്റപ്പ് വാങ്ങിച്ചു, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ ഇത് നടക്കുന്ന സമയത്ത് അവിടെ സ്ഥിരമായിട്ട് 2 ഫയർ ഫോഴ്സിനെ വെക്കണം. അപ്പോൾ പെട്ടെന്ന് ചെയ്യാമായിരുന്നു. നമുക്ക് എന്ത് ചിലവാണ് നമുക്ക് അവിടെ ഉള്ളത്? മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള എത്രയോ ഫയർഫോഴ്സിൽ നിന്നും 2 3 അവിടെ കൊണ്ടുപോയി നിർത്താൻ നമുക്ക് എന്ത് ബുദ്ധിമുട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇനിയെങ്കിലും കണ്ണു തുറക്കണം. നമ്മൾ ഓരോ കമ്മിറ്റിക്കാരും ഇത് നടത്തുന്ന സമയത്ത് ഇത് എത്രമാത്രം ഒരു ജീവൻ പോലും പോവാതെ അത് ഭംഗിയായിട്ട് അത് ഓരോരുത്തരുടെയും മുന്നിലേക്ക് ആഘോഷമായിട്ട് അത് നോവായി ഒരാളുടെയും ഉള്ളിലേക്ക് നാളെയെങ്കിലും കടക്കാതിരിക്കട്ടെ. ഞാൻ ഈ പറയുന്നതിനോട് അംഗീകരിക്കുന്ന ഒരുപാട് പേരുന്നുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിലിടണം. ഇത് എനിക്ക് തോന്നുന്നില്ല ഒരാൾ പോലും പറയില്ല അതൊക്കെ ഉണ്ടാവണം, അതൊക്കെ ഉണ്ടാവും, അതൊക്കെ അങ്ങനെ അങ്ങനെ പറയുന്ന ഒരാൾ പോലും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇനി ഉള്ളവർ തന്നെ അവരത് ചിന്തിക്കാത്തത് കൊണ്ടാണ്. ഒരാഘോഷത്തിൻ്റെയും ഭംഗി കുറയാതെ തന്നെ, അതിൻ്റെ പൊലിമ കുറയാതെ തന്നെ ചെയ്യാൻ സാധിക്കും. നമ്മൾ ആലോചിക്കണം. ആലോചിച്ച് പുതിയ പുതിയ വഴികളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, കടക്കണം. എന്നും തൃശ്ശൂർ പൂരമായാലും അതെ, നെന്മാറ വല്ലങ്ങി ആയാലും ശരി, ഏതൊക്കെ പൂരങ്ങളായാലും ശരി, കമ്പക്കെട്ടുകൾ ധാരാളം ഉള്ള പൂരങ്ങളുണ്ട്. ഇപ്പം മറ്റുള്ള ചെറുപൂരങ്ങളടക്കം അത് മറ്റ് വലിയ പൂരങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അവിടെയൊക്കെ നമ്മൾ അപകടങ്ങൾ ഒഴിവാക്കി തന്നെ വേണം മുന്നോട്ട് നീങ്ങാൻ. ഞാൻ നേരത്തെ പറഞ്ഞ ആനകളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കാര്യമായി തന്നെ എടുക്കണം. തെച്ചിക്കോട്ട് രാമേന്ദ്രൻ എന്ന് പറയുന്ന ആന നമുക്കറിയാം, അതൊക്കെ കേരളത്തിൻ്റെ ബ്രാൻഡഡ് അംബാസഡേഴ്സാണ്. അവരൊക്കെ ഒരു കാഴ്ചയ്ക്ക് പരിമിതികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ സൗകര്യങ്ങൾ, ആനയ്ക്കൊക്കെ എന്നും കേരളത്തിലെ ജനങ്ങൾ എന്നും അത്രയും ഭംഗിയുള്ളൊരാന. അവരെയൊക്കെ സ്നേഹിക്കുന്നവർ ആ ആനയെ ഒരുപാട് വെയിലത്ത് നിർത്തിക്കൊണ്ടോ അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ചാം കുറയ്ക്കുന്ന രീതിയിലോ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിലൊന്നും ആ മൃഗത്തിനോട് ചെയ്യാൻ പാടില്ല. മൃഗസ്നേഹികളെല്ലാവരും നമ്മളോട് ഘോരമായി പറയുന്ന ഒരു കാര്യമാണ്, ആഘോഷങ്ങൾക്കിടയിൽ ഈ ജീവികളുടെ വേദനകളും വിഷമങ്ങളും അറിയാതിരിക്കരുത് എന്നുള്ളത്. അപ്പോൾ ഇനിയുള്ള കാലഘട്ടങ്ങളിലും നമ്മൾ ഓരോ ആഘോഷവും ചെയ്യുമ്പോൾ കുറച്ച് മിതത്വത്തോടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചിന്തിക്കാം ഇതെങ്ങനെ ആഘോഷങ്ങൾ മിതത്വത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ചിലവൊക്കെ ഒന്ന് ചുരുക്കി ചെയ്തു കഴിഞ്ഞാൽ ആഘോഷവും നടക്കും, അതേപോലെ തന്നെ ആചാരങ്ങളും നടക്കും, അത് കണ്ട് ആസ്വദിക്കേണ്ടവരുടെ ആസ്വാദനവും നടക്കും. അപ്പോൾ ഇന്ന് പോയ ഇന്നത്തെ ഈ അപകടത്തിൽപ്പെട്ട മരിച്ചുപോയ എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതേപോലെ തന്നെ എന്തൊക്കെയാണോ കേരളത്തിലെ ആൾക്കാർക്ക് ഈ ഒരു ദുരന്തത്തിൽ എങ്ങനെയൊക്കെയാണോ സഹായിക്കാൻ സാധിക്കുന്നത് ആ രീതിയിലൊക്കെ സഹായ സഹകരണങ്ങൾ എല്ലാ കേരളീയരും ഒരുമിച്ച് നിൽക്കുമെന്ന് വിശ്വാസവും നമുക്കുണ്ട്. ഗവൺമെൻറ്റും ചിന്തിക്കണം. ഇനി
ഇങ്ങനൊരു അപകടം നടക്കരുത്. ഇപ്പോൾ സംഭവിച്ച അപകടത്തിൽ സംഭവിച്ച ആൾക്കാരെ ഇതിൽ നിന്നും ഒന്ന് ഉയർത്തെഴുന്നേൽക്കാനും സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.